സ്വാഗതം. ഒരുപാട് കാലങ്ങളായി ഉത്തരം കിട്ടാതെ അന്തരീക്ഷത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വാർത്തയുടെ ഉത്തരം ഇന്ന് നിയമസഭയിൽ ലഭ്യമായിരിക്കുകയാണ്. സർക്കാർ ഉദ്യോഗ തലത്തിൽ മുസ്ലിം, ക്രിസ്ത്യൻ, ഈഴവ, ഹിന്ദു, നായർ സമുദായങ്ങളുടെയൊക്കെ എത്ര പേരാണ് ഉദ്യോഗ തലത്തിൽ ഇരിക്കുന്നത് എന്നതിൻ്റെ കണക്കുകൾ ഇന്ന് പുറത്തു വരികയാണ്. കേരളത്തിലെ സർക്കാർ സർവീസുകളിൽ മുസ്ലിം വിഭാഗങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം ഇല്ലെന്ന് തെളിയിക്കുന്ന ഔദ്യോഗിക കണക്ക് ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വന്നിരിക്കുന്നു. നിയമസഭാ ചോദ്യത്തിന് മറുപടിയായി സംസ്ഥാന സർക്കാർ തന്നെ പുറത്തുവിട്ട രേഖകളിലാണ് ഈ വിവരം. സംവരണമുണ്ടായിട്ടും മുസ്ലിങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല എന്ന് രേഖകൾ വ്യക്തമാക്കുകയാണ്. കേരളത്തിൽ ആദ്യമായാണ് സർക്കാർ ജീവനക്കാരുടെ സാമുദായിക പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള കണക്കുകൾ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. മുസ്ലിം, ലത്തീൻ, ക്രിസ്ത്യൻ, പട്ടികജാതി, പട്ടികവർഗം അടക്കമുള്ളവരുടെ പിന്നോക്കാവസ്ഥ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസിൻ്റെ അഥവാ KSCBCയുടേതാണ്. 2024 ജൂൺ 19 വരെയുള്ള കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് 5,45,423 സ്ഥിരം സർക്കാർ ജീവനക്കാരാണുള്ളത്. ഇവരുടെ മതം, ജാതി തിരിച്ചുള്ള ജീവനക്കാരുടെ എണ്ണം പുറത്തുവിട്ടതോടെയാണ് സർക്കാർ ജോലിയിൽ നിലനിൽക്കുന്ന അസന്തുലിതാവസ്ഥ വ്യക്തമായി മുന്നോട്ട് വന്നത്. സർക്കാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ പേർ ജോലി ചെയ്യുന്നത് മുന്നോക്ക ഹിന്ദു വിഭാഗത്തിൽ നിന്നാണ്. നായർ, മേനോൻ, കുറുപ്പ് അടക്കമുള്ള മുന്നോക്ക ഹിന്ദു വിഭാഗത്തിൽ നിന്ന് 1,08,012 പേരും ബ്രാഹ്മണർ വിഭാഗത്തിൽ നിന്ന് 7,112 പേരുമാണുള്ളത്. അതായത് ആകെ സർക്കാർ ജീവനക്കാരുടെ എണ്ണത്തിന്റെ 21.01% മുന്നോക്ക ഹിന്ദു വിഭാഗക്കാരാണ്. ഇതനുസരിച്ച് മുന്നോക്ക ഹിന്ദു വിഭാഗങ്ങൾക്ക് സർക്കാർ സർവീസിൽ ജനസംഖ്യാനുപാതികമായി ലഭിക്കേണ്ട വിഹിതത്തെക്കാൾ 36.86% കൂടുതൽ പ്രാതിനിധ്യം ലഭിച്ചിട്ടുണ്ട് എന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പഠനങ്ങൾ പ്രകാരം ജനസംഖ്യയിൽ 12.5% നായർ സമുദായമുള്ളത്. അങ്ങനെ വരുമ്പോൾ നായർ വിഭാഗത്തിന് മാത്രം സർക്കാർ സർവീസിൽ ജനസംഖ്യാനുപാതികമായി ലഭിക്കേണ്ട വിഹിതത്തെക്കാൾ 36.86% കൂടുതൽ പ്രാതിനിധ്യം ലഭിച്ചിട്ടുണ്ട് എന്നും ഇവിടെ മനസ്സിലാക്കാം. മുന്നോക്ക ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് 73,714 പേർ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. ആകെ ജീവനക്കാരുടെ 13.51%. മുന്നോക്ക ഹിന്ദു, മുന്നോക്ക ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ചേർന്നാൽ ആകെ സർക്കാർ ജീവനക്കാരുടെ എണ്ണത്തിന്റെ 33.31% വരുമെന്നും ഈ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ലത്തീൻ വിഭാഗത്തിൽ നിന്ന് 22,542 പേരാണ് ജോലി ചെയ്യുന്നത്. അതായത് 4.13% മാത്രമാണ് അവരുടെ പ്രാതിനിധ്യം. പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് മതം മാറിയ 2,399 പേരും നാടാർ ക്രിസ്ത്യൻ വിഭാഗത്തിലെ 929 പേരും സർവീസിലുണ്ട്. 4 വിഭാഗത്തിലുമായി ആകെ ക്രിസ്ത്യൻ വിഭാഗത്തിലെ സർക്കാർ ജീവനക്കാർ 99,583 പേരാണ്. ഇത് ആകെ ജീവനക്കാരുടെ 18.25%. 2011 സെൻസസ് കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ ക്രിസ്തുമത വിശ്വാസികൾ 18.38%. ഇനി മുസ്ലിം വിഭാഗത്തിന്റെ അവസ്ഥ നോക്കാം. കേരളത്തിലെ ജനസംഖ്യയിൽ 26.9 മുതൽ 28.15% മുസ്ലിം വിഭാഗമാണെന്നാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും വിവിധ ഏജൻസികളുടെയും പഠനമനുസരിച്ചുള്ള കണക്ക്. എന്നാൽ സർക്കാർ ജോലിയിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ആകെയുള്ളത് 73,774 പേർ മാത്രമാണ്. അതായത് വെറും 13.52%. ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മുസ്ലിം സമുദായത്തിന് ലഭിക്കേണ്ട ജനസംഖ്യ ആനുപാതിക പ്രാതിനിധ്യം ശരാശരി 10.2% കുറവാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ 10.2% തസ്തിക കൂടി അധികം ലഭിച്ചാൽ മാത്രമേ മുസ്ലിം സമുദായത്തിന് ജനസംഖ്യ ആനുപാതികമായ പ്രാതിനിധ്യം ആവുകയുള്ളൂ. പട്ടികജാതി വിഭാഗത്തിന്റെ കാര്യമെടുത്താൽ 51,783 പേരാണ് നിലവിൽ സർക്കാർ സർവീസിലുള്ളത്. 10% താഴെയാണ്, അഥവാ 9.49% സർക്കാർ മേഖലയിൽ അവരുടെ സാന്നിധ്യം എന്നാണ് ഈ കണക്ക് കാണിക്കുന്നത്. സർക്കാർ സർവീസിലെ പട്ടികവർഗ വിഭാഗത്തിന്റെ സാന്നിധ്യവും ഏറെ പിന്നിലാണ്. 10,513 പേർ, അഥവാ 1.92%.
ജനസംഖ്യയിൽ പട്ടികജാതി വിഭാഗം 9.10%, പട്ടികവർഗ വിഭാഗം 1.45% വരുന്നുണ്ട്. ഈഴവ സമുദായത്തിനും ഏറെക്കുറെ ജനസംഖ്യാനുപാതികമായി സർക്കാർ സർവീസിൽ പ്രാതിനിധ്യം ലഭിച്ചിട്ടുണ്ട്. ഈഴവ വിഭാഗത്തിൽ നിന്ന് 1,15,075 പേരാണ് സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നത്. ആകെ ജീവനക്കാരുടെ 21.09%. പരിഷത്ത് കണക്കുകൾ പ്രകാരം 22.2% ഈഴവ ജനസംഖ്യ. കുറവ് 1.11% മാത്രമാണ്. സർക്കാർ ജീവനക്കാരുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതലും ഈഴവരാണ്, 1.15. ഈഴവരും മുന്നോക്ക ഹിന്ദു വിഭാഗങ്ങളും കൂടി ചേർന്നാൽ ജീവനക്കാരുടെ എണ്ണം 2.30 അഥവാ 2,30,000 വരും. ആകെ ജീവനക്കാരിൽ 42% നായർ, ഈഴവ, ബ്രാഹ്മൺ സമുദായത്തിൽ നിന്നാണ്. കേരളത്തിൽ സർക്കാർ സർവീസിൽ ജനസംഖ്യാനുപാതികമായി പ്രാതിനിധ്യം ലഭിക്കാത്തത് മുസ്ലിം വിഭാഗത്തിന് മാത്രമാണെന്നാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കേരളത്തിലെ വിവിധ സമുദായങ്ങൾക്കിടയിൽ സർക്കാർ ജോലിയിൽ നിലനിൽക്കുന്ന കടുത്ത അസമത്വം വെളിപ്പെടുത്തുന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ഈ റിപ്പോർട്ട്. സർക്കാർ, അർദ്ധ സർക്കാർ, എയ്ഡഡ്, സ്വയംഭരണം, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യ കണക്കുകൾ തയ്യാറാക്കാൻ പിന്നോക്ക വിഭാഗ കമ്മീഷന് കീഴിൽ പ്രവർത്തിക്കുന്ന CDESK റിപ്പോർട്ട് നിലവിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമായിട്ടില്ല. സംസ്ഥാനത്തെ സ്ഥിരം സർക്കാർ ജീവനക്കാർ 5,45,423 ഹിന്ദു, മുന്നോക്ക വിഭാഗം, നായർ, മേനോൻ, കുറുപ്പ് തുടങ്ങിയ വിഭാഗങ്ങളെല്ലാം കൂടി 1,08,012 പേരാണ്. ബ്രാഹ്മണർ 7,112, മുന്നോക്ക ക്രിസ്ത്യൻ വിഭാഗം 73,714 അഥവാ 21.01%. ആകെ ക്രിസ്ത്യൻ വിഭാഗം 99,583 അഥവാ 18.25%. ഈഴവ സമുദായം 1,15,075 അഥവാ ജനസംഖ്യയുടെ 21.09%. പട്ടികജാതി വിഭാഗത്തിന് 51,783 പേരാണ് സർക്കാർ ജോലിയിലുള്ളത്. അവരുടെ ശതമാനക്കണക്ക് 9.49%. പട്ടിക വിഭാഗം 10,513 അവരുടെ ശതമാനം 1.92%. മുസ്ലിം വിഭാഗം 73,774 പേർ മാത്രമാണ് 5.5 ലക്ഷത്തോളം ഉൾപ്പെടുന്ന സർക്കാർ സർവീസിലെ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം. ഇത് ശതമാനത്തിൽ നോക്കിയാൽ 13.52% മാത്രമാണ്. ജനസംഖ്യാനുപാതം മുസ്ലിങ്ങൾ 26.9 മുതൽ 28.15 വരെയാണെന്ന് ഓർക്കണം. നായർ 12.5%, ക്രിസ്തുമതം 18.38%, പട്ടികജാതി 9.10%, പട്ടികവർഗം 1.45%, ഈഴവർ 22.02%. ആകെ ജീവനക്കാരിൽ 42% നായർമാർ, ഈഴവർ, ബ്രാഹ്മണർ സമുദായത്തിൽ നിന്ന് മുസ്ലിം ആനുപാതിക പ്രാതിനിധ്യം ശരാശരി 10.2% കുറവാണ്. ഈ രീതിയിലാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇനി ഇതു സംബന്ധിച്ച ചർച്ചകൾക്കായിരിക്കണം തുടക്കമാവേണ്ടത്. ഇതു സംബന്ധിച്ച ചർച്ചകളിൽ അനാവശ്യമായ വിവാദങ്ങൾ കെട്ടടങ്ങുമെന്നും ആവശ്യമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ ശ്രമിക്കേണ്ടതുണ്ട് എന്നതും വ്യക്തമാവുകയാണ്.